Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. Determine whether the series sigma k equal to 1 to infinity minus 3 by 5 whole raised to k converges and if so find its sum. ഈ ഡിസംബർ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ഈ ഒരു പ്രോബ്ലം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സിഗ്മ k equal to 1 to infinity minus 3 by 5 whole raised to k. ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ k 1 കൊടുക്കുമ്പോൾ ആദ്യത്തെ ടൈം എന്താ കിട്ടുന്നത്? minus 3 by 5. അടുത്ത ടൈം എന്താ കിട്ടും? minus 3 by 5 whole square. അടുത്ത ടൈം എന്താ കിട്ടും? minus 3 by 5 whole cube plus etc. ഇവിടെ നോക്കിയാൽ ഇതൊരു ജോമെട്രിക് സീരീസ് ആണ്. ജോമെട്രിക് സീരീസിലെ a എന്ന് പറയുന്നത് എന്താണ്? minus 3 by 5 ഫസ്റ്റ് ടൈം. കോമൺ റേഷ്യോ എന്താണ്? കോമൺ റേഷ്യോ r is equal to minus 3 by 5. അങ്ങനെ minus 3 by 5 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അടുത്ത ടൈം കിട്ടിക്കിട്ടും. ഇവിടെ മോഡുലസ് ഓഫ് r എന്താണ്? മോഡുലസ് ഓഫ് r എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് minus 3 by 5 that is equal to modulus of the 3 by 5. Modulus of r is equal to 3 by 5 that is equal to less than 1. Less than 1. So ഇവിടെ നമ്മൾ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് r equal minus 3 by 5 ആണ്. കോമൺ റേഷ്യോ minus 3 by 5 ആണ്. മോഡുലസ് ഓഫ് r എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് minus 3 by 5 ആണ്. മോഡുലസ് ഓഫ് minus 3 by 5 എന്നുള്ളത് മോഡുലസിന്റെ മോഡുലസ് എടുക്കുമ്പോൾ നമുക്ക് അത് കിട്ടുന്നത് ലെസ് ദാൻ 1 ആണ്. ലെസ് ദാൻ 1 ആകുമ്പോൾ നമ്മൾ പറയും സീരീസ് കൺവെർജ് ചെയ്യും. Therefore കൺവെർജ് ചെയ്യുകയാണെങ്കിൽ സം കാണാനുള്ള ഫോർമുല എന്താണ്? a by 1 minus r. a എന്ന് പറയുന്നത് എന്താണ്? a എന്ന് പറയുന്നത് minus 3 by 5. r എന്ന് പറയുന്നത് എന്താണ്? minus 3 by 5. സിംപ്ലിഫൈ നമുക്ക് എന്താ കിട്ടുന്നത്? minus 3 by 5 divided by 1 plus 3 by 5. എന്ന് പറഞ്ഞാൽ എന്താണ്? minus 3 by 5 divided by 5 5 3 8 8 by 5. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? minus 3 by 8 ആണ് ഇതിന്റെ സം ആയിട്ട്. minus 3 by 8 എന്നാണ് നമുക്ക് ഇതിന്റെ സം ആയിട്ട് ലഭിക്കുക. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യാനായിട്ട് തന്നിരിക്കുന്ന സീരീസ് ഇവിടെ നമുക്ക് നേരിട്ട് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സീരീസ് ജോമെട്രിക് സീരീസ് ആണ്. ജോമെട്രിക് സീരീസിലാവുമ്പോൾ അതിന്റെ കോമൺ റേഷ്യോ കണ്ടുപിടിക്കുക. കോമൺ റേഷ്യോ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഈ കോമൺ റേഷ്യോ മോഡുലസ് എടുക്കാം. ആ മോഡുലസ് ലെസ് ദാൻ 1 ആണെങ്കിൽ സീരീസ് കൺവെർജ് ആയിരിക്കും. അങ്ങനെ കൺവെർജ് ആണെങ്കിൽ സം കാണാനുള്ള ഫോർമുല എന്താണ്? a by 1 minus r. എയുടെ വാല്യൂ എന്താണ്? minus 3 by 5. ആറിന്റെ വാല്യൂ എന്താണ്? minus 3 by 5. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സമ്മിന്റെ ആൻസർ എത്രയാണ്? minus 3 by 8. ഇതിൽ തന്നെ ചോദിച്ച മറ്റൊരു പ്രോബ്ലം ചെയ്യാം. നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യാം. Determine the convergence of the series. Determine the convergence. Determine the convergence of sigma k equal to 1 to infinity 4 raised to k by k square. ഇതും ഡിസംബർ 2023 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു. 2023 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ഈ സീരീസ് കൺവെർജ് ആണ്. ഇവിടെ നമുക്ക് സീരീസ് കൺവെർജ് ആണോ നോക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റിന്റെ പേരാണ് റേഷ്യോ ടെസ്റ്റ്. ഇവിടെ റേഷ്യോ ടെസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. റേഷ്യോ ടെസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ഇവിടെ നമുക്ക് ak എന്നുള്ളത് എടുക്കണം. ak is equal to 4 raised to k by k square. Then ak uk എന്താണ്? ak plus 1. ak plus 1 എന്നുള്ളത് എന്താണ്? 4 raised to k plus 1 divided by k plus 1 whole square. k ക്ക് വരെ k plus 1 കൊടുക്കാം. എന്നിട്ട് റോ കാൽക്കുലേറ്റ് ചെയ്യാം. റോ കാൽക്കുലേറ്റ് ഫോർമുല ലിമിറ്റ് k tends to infinity ak plus 1 by 8. That is limit k tends to infinity ak plus 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 raised to k plus 1 by k plus 1 whole square divided by k എന്താണ്? 4 raised to k divided by k square. That is limit k tends to infinity 4 raised to k plus 1 by k plus 1 whole square into k square divided by 4 raised to k. That is limit k tends to infinity 4 raised to k into 4 divided by k plus 1 whole square. K plus 1 whole square into k square divided by 4 raised to k.
ഈ 4h കട്ട് ചെയ്തോളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി 4 ഇൻറ്റു കെ സ്ക്വയർ ഡിവൈഡഡ് ബൈ, ഇതിൽ നിന്ന് k പുറത്തെടുത്ത് കഴിയുമ്പോൾ k ഇൻറ്റു കെ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് 1 ബൈ കെ ഹോൾ സ്ക്വയർ. ഈ k പ്ലസ് 1 ഹോൾ സ്ക്വയറിൽ നിന്ന് നമ്മൾ k പുറത്തെടുക്കുമ്പോൾ k സ്ക്വയർ വരും, 1 പ്ലസ് 1 ബൈ കെ ഹോൾ സ്ക്വയർ. ഈ k സ്ക്വയർ ക്യാൻസൽ ചെയ്തു. കെക്ക് നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? 4 എന്നാണ് കെയുടെ വാല്യൂ. നമുക്ക് ഇവിടെ കെക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇവിടെ 1 ബൈ കെ 0 ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 4. ഈ 4 എന്നുള്ള വാല്യൂ എത്രയാണ്? ഗ്രേറ്റർ ദാൻ 1 ആണ്. 4ന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് ബൈ റേഷ്യോ ടെസ്റ്റ് the given series is diverges. രണ്ടാമത്തെ പ്രോബ്ലം given series diverge ആണ്. ഡൈവർജ് ആവുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ റേഷ്യോ ടെസ്റ്റ് ഉപയോഗിച്ച് റോ കാൽക്കുലേറ്റ് ചെയ്തു. റോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റോയുടെ വാല്യൂ എത്ര കിട്ടുന്നത്? റോയുടെ വാല്യൂ 4 ആണ് കിട്ടുന്നത്. റോയുടെ വാല്യൂ 4 കിട്ടും. ആ 4 എന്നുള്ള വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണ്. 4 എന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് രണ്ടാമത്തെ കേസിൽ രണ്ടാമത്തെ സീരീസ് അതായത് സിഗ്മ k = 1 to infinity 4k/k² എന്നുള്ളത് ഡൈവർജ് ചെയ്യണം. അങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യാം. ഈ രണ്ട് പ്രോബ്ലം ഈ ഡിസംബർ 2023 3 മാർക്കിന്റെ വീതം ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ.